ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ IPO ഡിസംബർ 22 മൺഡേ ആരംഭിക്കുന്നുണ്ട്. 250 കോടിയുടെ IPO മുഴുവനായും ഫ്രഷ് ഇഷ്യൂ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് കമ്പനി എക്സ്പാൻഷൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു IPO ആണിത്. അഹമ്മദാബാദിലെ പരീഖ് ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നതിനേക്ക് ആവശ്യമായ ഫണ്ട് രൂപീകരണത്തിനും ഓൾറെഡി അക്വയറി ചെയ്ത അശ്വനി മെഡിക്കൽ സെന്ററിന്റെ അക്വസിഷന്റെ പാർട്ട് പേയ്മെന്റിനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫണ്ടിംഗ് പോലെയുള്ളവയ്ക്കായിട്ടാണ് 250 കോടി ചെലവാക്കുന്നതെന്ന് IPO രേഖകളിൽ പറയുന്നു. 108 രൂപ മുതൽ 114 രൂപ വരെയാണ് ഒരു ഷെയറിന്റെ പ്രൈസ് വരുന്നത്. 128 ഷെയറുകളുടെ ഒരു ലോട്ടിന് 14,592 രൂപയാണ്. IPO 24 ഡിസംബറിനാണ് അവസാനിക്കുന്നത്. ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ 30 ആണ്. കമ്പനി ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ മിഡ് സൈസിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ് കമ്പനി റൺ ചെയ്യുന്നത്. 2025 മാർച്ച് വരെ കമ്പനിക്ക് 6 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും 3 ഫാർമസികളുമാണ് ഉള്ളത്. എല്ലാം ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കമ്പനിയുടെ ആവറേജ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് നോക്കുകയാണെങ്കിൽ 46% മാത്രമാണ്. അതായത് പകുതി ബെഡ് ഒക്യുപ്പൻസി റേറ്റിലാണ് ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്. ഇതൊരു ആവറേജ് കണക്കാണ്. അപ്പോളോ ഹെൽത്ത് കെയറിന്റെ ബെഡ് കപ്പാസിറ്റി 10,261 ആണെന്ന് പറയുമ്പോൾ തന്നെ 400 ബെഡ് കപ്പാസിറ്റി ഉള്ള ഗുജറാത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ സൈസ് വൈസ് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. പുതിയതായി ഏറ്റെടുക്കാൻ പോകുന്ന പരീഖ് ഹോസ്പിറ്റലിന്റെ ബെഡ് കപ്പാസിറ്റി 49 എണ്ണം ഇൻക്ലൂഡിംഗ് 8 ICU ബെഡുകളാണ്. കമ്പനി ഫിനാൻഷ്യൽസ് പരിശോധിക്കുകയാണെങ്കിൽ 2023 വരുമാനം 0 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വലിയൊരു ഫിനാൻഷ്യൽസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല ഗുജറാത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടേത്. 2024 5,48 ലക്ഷം രൂപയാണ് വരുമാനമായി കാണിച്ചിരിക്കുന്നത്. ഇതിൽ 1,71 ലക്ഷം രൂപയാണ് ലാഭം. 24-25 വർഷം വരുമാനം 637% കൂടിയതായിട്ടാണ് കാണിക്കുന്നത്. 5 കോടിയിൽ നിന്ന് 40 കോടിയിലേക്ക്. ലാഭത്തിൽ 454% വർധനവും. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ 35%. ഇതുപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയിൽ വരാം.